കേരളത്തിൽ സംഘപരിവാർ അഴിച്ചുവിടുന്ന വയലൻസ് കണ്ട് മടുത്തവർക്ക് ഡൽഹിയിലേക്ക് വരാം. ഇവിടെ സീനാകെ കോമഡിയാണ്. പാർലമെന്റിൽ റാഫേൽ വിമാന ഇടപാടിനെ കുറിച്ച് ചർച്ച നടക്കുകയാണ്. സുപ്രീം കോടതിയെ പോലും കള്ള സത്യവാങ്മൂലം നൽകി തെറ്റിദ്ധരിപ്പിച്ചു എന്ന ആരോപണം നരേന്ദ്രമോദി നേരിടുന്ന വിവാദമാണ് റാഫേൽ ഇടപാട്. പ്രതിപക്ഷം ഏറെ വിയർപ്പൊഴുക്കിയാണ് അതിന്റെ ചർച്ച പാർലമെന്റിൽ കൊണ്ടുവന്നത്. പക്ഷേ സമയമായപ്പോൾ ചർച്ചയ്ക്ക് മുഖം കൊടുക്കാതെ മോദി ഒറ്റമുങ്ങൽ. പൊങ്ങിയത് പഞ്ചാബ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ. അവിടെ നടക്കുന്ന 10ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യാനെന്ന് പറഞ്ഞാണ് മോദി രക്ഷപ്പെട്ടത്. ഇതിനെ പരിഹസിച്ചുകൊണ്ട് ട്വിറ്ററിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എഴുതിയ കുറിപ്പ് ഇതിനകം വൈറലായി കഴിഞ്ഞു. പാർലമെന്റ് ചർച്ചയിൽ പങ്കെടുക്കാതെ ലവ്ലി സർവകലാശാലയിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയിരിക്കുകയാണ് നരേന്ദ്രമോദി എന്നാണ് രാഹുൽ ഗാന്ധി പരിഹസിച്ചത്. നമ്മുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പങ്കെടുക്കാതെ റാഫേൽ പരീക്ഷയിൽ നിന്നും ഒളിച്ചോടി പഞ്ചാബ് ലവ്ലി സർവകലാശാലയിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ പോയിരിക്കുകയാണ്. അദ്ദേഹത്തോട് ബഹുമാനത്തോടെ റഫാലിനെ കുറിച്ച് ഞാൻ ചോദിച്ച 4 ചോദ്യങ്ങൾ ഉന്നയിക്കാനും അതിനുള്ള മറുപടി വാങ്ങിയെടുക്കാനും ലവ്ലി സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതാണ് രാഹുലിന്റെ ട്വീറ്റ്. പാർലമെന്റിൽ നിന്നും തുറന്ന പുസ്തകമായ റാഫേൽ പരീക്ഷയിൽ നിന്നും പ്രധാനമന്ത്രി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് രാഹുൽ രൂക്ഷമായ ഭാഷയിൽ മോദിയെ കടന്നാക്രമിക്കുന്നത്. റാഫേൽ കരാർ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും രേഖകളും തന്റെ ഫ്ളാറ്റിൽ മേശപ്പുറത്തുണ്ടെന്ന് ഗോവ മുഖ്യമന്ത്രിയും മുൻ പ്രതിരോധ മന്ത്രിയുമായ മനോഹർ പരീഖർ പറഞ്ഞതായി മന്ത്രി വിശ്വജിത് റാണെ പറയുന്ന ഓഡിയോ റെക്കോർഡിംഗ് കൈവശമുണ്ടെന്ന് ലോക്സഭയിൽ രാഹുൽ അവകാശപ്പെട്ടിരുന്നു. ഈ ഓഡിയോ റെക്കോർഡിംഗ് സഭയിൽ പ്ലേ ചെയ്യാൻ അദ്ദേഹം സ്പീക്കറുടെ അനുമതി തേടുകയും ചെയ്തു. എന്നാൽ സ്പീക്കർ അതിനനുവദിച്ചില്ല. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ റാഫേലിൽ മറുപടി പറയാതെ ഒളിച്ചിരിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു. കരാറിനെ കുറിച്ച് മുഖാമുഖം ചർച്ചയ്ക്ക് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചതും മോദി രക്ഷപ്പെട്ടതും ഈ ചർച്ചയിൽ നിന്നാണ്. ഇന്നലെ സഭയിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ്. രാഹുൽ ഗാന്ധിയും അരുൺ ജെയ്റ്റ്ലിയും റാഫേൽ ഇടപാടിനെ ചൊല്ലി രൂക്ഷമായ വാഗ്വാദത്തിലേർപ്പെട്ടു. റാഫേൽ കരാറിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ഉത്തരം നൽകേണ്ട 4 ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചത്. എന്തുകൊണ്ട് ആദ്യ കരാർ പ്രകാരമുള്ള 126 യുദ്ധവിമാനങ്ങൾക്ക് പകരം 36 യുദ്ധവിമാനങ്ങൾ വാങ്ങാമെന്ന് തീരുമാനിച്ചത്? എന്തിനാണ് റാഫേൽ ഇടപാടിനെ കുറിച്ചുള്ള രേഖകൾ മനോഹർ പരീക്കർ തന്റെ കിടപ്പുമുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്? വിമാനങ്ങൾക്ക് 560 കോടിക്ക് പകരം 1600 കോടി നൽകുന്നത് എന്തിന്? HAL പകരം അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയെ കരാറിൽ ഉൾപ്പെടുത്തിയത് എന്തിന്? ഇവയാണ് ആ 4 ചോദ്യങ്ങൾ. ഇതുവരെയും മോദിക്കോ BJPക്കോ വ്യക്തമായ ഉത്തരം പറയാനില്ലാതെ പോയ ചോദ്യങ്ങളാണിവ. ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന പ്രധാനമന്ത്രി അതേസമയം വാർത്താ ഏജൻസിയായ ANIക്ക് അഭിമുഖം നൽകുകയും ചെയ്തു. ഇതിനെ പരിഹസിച്ച് മോദിക്ക് ഉത്തരം നൽകാൻ തയ്യാറെടുക്കാനായി താൻ വേണമെങ്കിൽ മുൻകൂറായി ചോദ്യങ്ങൾ നൽകാമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്തായാലും ജനാധിപത്യ സഭകളിൽ ഉയരുന്ന ജനപ്രതിനിധികളുടെ ചോദ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ 4.25 വർഷമായി തുടരുന്ന ഒഴിഞ്ഞുമാറുന്ന മനോഭാവം മോദി ഇപ്പോഴും തുടരുകയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, പൊതുചോദ്യങ്ങളിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു. അതേസമയം പ്രസംഗവേദികളിൽ വികാരഭരിതനായി കത്തിക്കയറുകയും ചെയ്യുന്നു. ഒരു 3 മാസം കൂടി കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. താൻ ഇത്രനാൾ ഒഴിഞ്ഞു മാറിയ ചോദ്യങ്ങളോട് മോദിജി ഒന്നായി ഉത്തരം പറയേണ്ടി വരുമോ എന്നാണ് അഭ്യുദയാകാംക്ഷികൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.